ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ടുഡേയ്സ് വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ആണ്. ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്ങിനെ പറ്റി ഒരുപാട് മിത്സ് ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണ് അല്ലേ. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ അകത്ത് കറക്റ്റായിട്ടുള്ളൊരു മെനു പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അതിനുള്ളിൽ ഒരു ഡയറ്റ് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത്. ആക്ച്വലി ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഡയറ്റ് അല്ല, അതൊരു ലൈഫ് സ്റ്റൈലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ ആ ഫാസ്റ്റിങ്ങിലല്ല, നമ്മൾ കഴിക്കുന്ന ഒരു പീരീഡിൽ ആ ഒരു ടൈമിങ്ങിൽ പ്രത്യേകമായിട്ടൊരു മെനു അങ്ങനെയൊന്നും ആവശ്യമില്ല. പിന്നെ നമ്മളെപ്പോഴാണെങ്കിലും ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്ങിലാണെങ്കിലും അല്ലെങ്കിലും ഹെൽത്തി ആയിട്ട് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ കഴിക്കുന്നത് എന്ത് അല്ലെങ്കിൽ എത്ര അളവ് എന്നുള്ളതിനേക്കാളും കൂടുതൽ നമ്മൾ കഴിക്കുന്ന കാര്യങ്ങളുടെ ഒരു ന്യൂട്രീഷണൽ വാല്യൂ ആണ് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്ങിൽ നമ്മൾ ഒന്നും കൂടി കൺസിഡർ ചെയ്യേണ്ടത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സാധാരണ ചെയ്യുവാണെങ്കിൽ 16:8 എന്നുള്ള ഒരു റേഷ്യോയിൽ ചെയ്യുവാണെങ്കിൽ 8 മണിക്കൂർ നമ്മൾ ഫുഡ് കഴിക്കുന്നുള്ളൂ അല്ലേ. ബാക്കി 16 hours നമ്മൾ ഫാസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ ആ കഴിക്കുന്ന ഒരു സമയത്ത് നമ്മളെ ബോഡിയിലേക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ അത്യാവശ്യം ഒരു ന്യൂട്രീഷണൽ വാല്യൂ ഉള്ളതും പ്രോട്ടീൻ ഉള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ആവാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്ന കാര്യം, ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്ങിൽ നമുക്ക് 24 hours പ്ലെയിൻ വാട്ടർ, അതായത് നമ്മൾ സാധാരണ പച്ചവെള്ളം കുടിക്കുന്നതിൽ യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല കേട്ടോ. ഫാസ്റ്റിംഗ് ആണെന്ന് വിചാരിച്ചാൽ ആ ഒരു 8 മണിക്കൂർ മാത്രം നമ്മൾ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുമല്ല, വെള്ളം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കുടിക്കാം കേട്ടോ. ഇനി കഴിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഫാസ്റ്റിംഗ് ഒന്ന് ബ്രേക്ക് ചെയ്യുന്ന സമയത്താണ്. ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത്ര നേരം വിശന്നിരിക്കുമായിരുന്നതുകൊണ്ട് ചിലപ്പോൾ നമുക്കൊരു ആക്രാന്തൊക്കെ തോന്നും ഇങ്ങനെ വലിച്ചു വാരി കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് എന്തായാലും ഇത്ര നേരം നമ്മൾ വെയിറ്റ് ചെയ്തില്ല, അപ്പോൾ ഒരു കുറച്ച് നേരം കൂടി കൺട്രോൾ ചെയ്തിട്ട് ചെറുതായിട്ടൊരു സ്നാക്കായിട്ട് എന്തെങ്കിലും കഴിക്കുക. അപ്പോൾ ഈ സ്നാക്കിൻ്റെ കാര്യം പറയുമ്പം ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ബിസ്ക്കറ്റ് കഴിക്കാൻ പറ്റുമോ, പാല് കുടിക്കാൻ പറ്റുമോ, അതല്ലെങ്കിൽ അവർ കഴിക്കാൻ പോകുന്ന ബ്രേക്ക്ഫാസ്റ്റിന് തന്നെ ഇപ്പോൾ ഇഡലി കഴിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അളവ് കുറച്ച് ഒരു ഇഡലി കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ഒരു 50 to 100 calories ഉള്ളിൽ നിൽക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നമ്മുടെ ബോഡിക്ക് നമ്മളൊരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ഭക്ഷണം വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ മുന്നറിയിപ്പ് കിട്ടുമ്പോൾ തന്നെ നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നത് വെച്ചാൽ കിട്ടുന്ന എല്ലാം കൂടെ ഒരുമിച്ച് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് ഹെവി ആയിട്ട് ഹൈലി ഗ്ലൂക്കോസ് കണ്ടൻറ്റൊക്കെയുള്ള സാധനങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞത്. കാരണം നമ്മൾ ഫസ്റ്റ് ബൈറ്റ് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിനിലേക്ക് ഇതിനുള്ള സിഗ്നൽസ് പോകും, പെട്ടെന്ന് തന്നെ ബോഡി ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുമായിരിക്കും വരുന്ന എല്ലാ സാധനത്തിനെയും അബ്സോർബ് ചെയ്യാനും അതിനെ ബോഡിയിൽ സൂക്ഷിച്ച് വയ്ക്കാൻ. അപ്പോഴാണ് നമ്മൾ മധുരം ഉള്ളത് അല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് ഗ്ലൂക്കോസ് ബോഡിയിലേക്ക് അബ്സോർബ് ആവുന്ന സാധനങ്ങൾ കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇൻസുലിൻ്റെ പ്രൊഡക്ഷനൊക്കെ ഒന്ന് കൂടിയിട്ട് ബോഡി അതിനെല്ലാം പെട്ടെന്ന് തന്നെ ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ബാക്കിനെ കൊണ്ട് ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു അപകടം അതിലിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആദ്യം ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കുറച്ച് ഷുഗർ കുറവുള്ളതോ, അതായത് ഇപ്പോൾ എന്തെങ്കിലും കുക്കുംബർ, ക്യാരറ്റ്, അല്ലെങ്കിൽ ഒരു 3-4 നട്ട്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കഴിക്കുന്നതായിരിക്കും നല്ലത്. ഡയറക്റ്റായിട്ടൊരു കാർബോഹൈഡ്രേറ്റൊക്കെ കഴിക്കുന്നതിനേക്കാളും നല്ലത്. ഫ്രൂട്ട്സിൻ്റെ കാര്യം ആൾക്കാർ ചോദിക്കാറുണ്ട്. ഫ്രൂട്ട്സിൻ്റെ അകത്ത് ശരിക്കും ഫ്രൂട്ട്സിലുള്ള ഷുഗർ എന്ന് പറയുന്നത് ഫ്രക്ടോസാണ്. അതൊരു സിമ്പിൾ ഷുഗറാണ്, നമ്മൾ കഴിക്കുന്ന വഴിയെ നേരെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്ത് പോകും. നോർമൽ ഒരു ഡയറ്റ് എടുക്കുമ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് അങ്ങനെ ഒരു ഫ്രൂട്ട് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്ങിൽ നമ്മുടെ ഫസ്റ്റ് ബൈറ്റ് ഓഫ് ഫുഡ് അതൊരു ഫ്രൂട്ട് ആവാണ്ടിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. നിർബന്ധമൊന്നുമില്ല, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എങ്കിലും പിന്നെ കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോയിൽ ചെയ്തിട്ടുള്ള എഗ്ഗ്, അത് കഴിക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ വീട്ടിൽ നോക്കിയാൽ തന്നെ എന്തെങ്കിലും ഒരു സാധനങ്ങൾ കാണും, അധികം വലിയ മധുരം ഇല്ലാത്തതും അങ്ങനെയുള്ള സംഭവങ്ങൾ. അത് കഴിച്ചതിന് ശേഷം ഒരു 15-20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമുക്ക് നോർമലായിട്ട് ഭക്ഷണം കഴിക്കാം. അപ്പോൾ അതിൽ സത്യത്തിൽ പിന്നീട് നമ്മൾ കഴിക്കുന്നതിന് ഇങ്ങനെ പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കണം എന്ന് അങ്ങനെയൊന്നും പറയുന്നില്ല. പ്രത്യേകിച്ച് ഇനിഷ്യലി നമ്മൾ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് തുടങ്ങുമ്പോൾ നമ്മൾ ആ ടൈം മാത്രം ശ്രദ്ധിക്കുക, ഭക്ഷണത്തിൻ്റെ അളവ് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന ഒരു സാധനം അങ്ങനെ ഭയങ്കര ഷുഗർ കണ്ടൻറ്റ് ഉള്ളതാവാതിരിക്കാനായിട്ട് നോക്കട്ടെ. ബാക്കി കാര്യങ്ങളൊക്കെ എന്താണ്, നമ്മൾ ഭയങ്കര ഒരു ഡയറ്റിൽ പോകുന്ന രീതിയിലൊന്നും പോകേണ്ട കാര്യമില്ല. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം, ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഡിപ്പെൻസ് ആണ്, നമ്മൾ ചിലപ്പം ആഫ്റ്റർനൂൺ സെക്ഷനിലാണ് ഫുഡ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ
എന്താണോ നമുക്ക് അന്നേരം കഴിക്കാൻ ഇഷ്ടമുള്ളത്. ഇപ്പോൾ ലഞ്ചിൻ്റെ ഐറ്റംസാണ്, ചോറും കറിയൊക്കെയാണ് നമ്മൾ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ട് കഴിക്കാൻ ഇഷ്ടമെങ്കിൽ അത് കഴിക്കുക, അത് നമ്മുടെ ഇഷ്ടം. അപ്പോൾ ചിലർ ഉച്ചയ്ക്കാണ് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റം തൊട്ട് കഴിക്കാനായിരിക്കും താല്പര്യമുള്ളത്. അപ്പോൾ അതെങ്ങനെയാണോ നമ്മുടെ ഇഷ്ടം. നമ്മൾ ഈ 8 മണിക്കൂറിൽ കഴിക്കുക. കഴിക്കുന്നതിനിടയ്ക്ക് മിനിമം 2 അല്ലെങ്കിൽ 3 മണിക്കൂർ വരെ ഇടവേള ഉണ്ടാകാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ചായയുടെ കാര്യം, ചായ എല്ലാവരും ചോദിക്കാറുണ്ട് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാൻ ചായ കുടിക്കാമോ എന്ന്. അപ്പം മിൽക്കും ചായയിലും ഒക്കെ ഉള്ളതാണെങ്കിലും മിൽക്കിൻ്റെ അകത്തൊക്കെയുള്ള ലാക്ടോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷുഗർ ആണെങ്കിലും ഒരു സിമ്പിൾ ഷുഗറാണ്. മിൽക്കൊക്കെ നല്ലതാണ്, ഒരു മോഡറേറ്റ് അളവിൽ കഴിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാൻ ഒഴിവാക്കുന്നതല്ല. അപ്പോൾ ചായ കുടിക്കേണ്ടവർക്ക് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ നോർമലായിട്ട് കുടിക്കുന്ന പോലെ ചായയൊക്കെ കുടിക്കാവുന്നതാണ്. പിന്നെ ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ വൈകുന്നേരത്തെ അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ഡിന്നറിന് മുന്നേ വരുന്ന ഒരു സ്നാക്ക് അതൊന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൽ നമ്മളൊരു 16 hours ഫാസ്റ്റിംഗ് ഇരിപ്പുണ്ടല്ലോ, അത് തന്നെ മോർ ദാൻ ഇനഫാണ്. പക്ഷേ ഗ്രാജുവലി നമ്മുടെ ആ ഒരു 8 period സെക്ഷനിൽ നിന്ന് നമുക്കൊരു ഹെൽത്തി അല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക. അപ്പം നമ്മുടെ ഫാറ്റാണ് ബേണായി പോയിട്ട് നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാകുന്നത്. വെയിറ്റ് ലോസിനേക്കാളും കൂടുതൽ ചിലപ്പോൾ നമ്മൾ ഫാറ്റായിരിക്കും നമ്മുടെ ബോഡിയിൽ നിന്ന് ബേണായിട്ട് പോകുന്നത്. കാരണം നമ്മൾ ഫാസ്റ്റിങ്ങിൽ ഇരിക്കുന്ന സമയത്ത് മുഴുവൻ നമ്മുടെ ബോഡി ശരീരത്തിലുള്ള ഫാറ്റിനെ എനർജി ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നത്. പിന്നെ ഇനി അവേഴ്സ് കുറച്ച് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. 16 hours കൂടുതൽ ഫാസ്റ്റിംഗ് എടുക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് വെയിറ്റ് ലോസ് ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് തന്നെ നമ്മളൊരു 6 months വലിയ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അതിന് ശേഷം ഒരു ബ്രേക്ക് എടുക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ സ്റ്റിൽ അതൊരു ലൈഫ് സ്റ്റൈലാണ്. ത്രൂ ഔട്ട് ലൈഫ് അത് കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അത് നമ്മുടെ ഓരോരുത്തരുടെയും സാഹചര്യം ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ അതനുസരിച്ച് അതിൽ വേരിയേഷൻസ് വരുത്താനായിട്ട് തീരുമാനിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ 16:8 എന്ന് പറയുന്ന ഒരു നോർമൽ ടൈമിങ്ങിൽ പോയാൽ തന്നെ നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ആവശ്യമില്ലാതെ കിടക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യും എന്നൊക്കെയാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ബെനിഫിറ്റായിട്ട് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഡിന്നർ ടൈമിനെ പറ്റിയിട്ടും ആൾക്കാർ ചോദിക്കാറുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ കഴിച്ച് നിർത്തണോ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഇല്ലാത്തത് കഴിക്കണോ എന്നൊക്കെ. അത് ഓൾ ഡിപ്പെൻസ് ഓൺ ദ ടൈമാണ്. നമ്മുടെ ആ 8 മണിക്കൂർ, അത് രാവിലത്തെ 8 മണിക്കൂർ എടുക്കുന്നവരുണ്ടാവും, ഉച്ച കഴിഞ്ഞത്തെ 8 മണിക്കൂർ ഉണ്ടാവും. അപ്പോൾ രാവിലത്തെ 8 മണിക്കൂർ എടുക്കുന്നവർക്ക് അവിടെ ഡിന്നർ വരുന്നില്ല. മീൻസ് അവർക്ക് അത്ര ലേറ്റ് ആയിട്ടുള്ളൊരു ഈറ്റിംഗ് അവിടെ വരുന്നില്ല. അവർ 2 മണിയോടെ അല്ലെങ്കിൽ 3 മണിയോടെ കാര്യങ്ങൾ ഫിനിഷ് ചെയ്യും. ഉച്ച കഴിഞ്ഞ് എടുക്കുന്നവർക്ക് അത്രയ്ക്ക് വലിയ എഫക്റ്റീവ് അല്ലെന്നല്ല കേട്ടോ, അത്രയ്ക്ക് രാവിലെ എടുക്കുന്നതിൻ്റെ അത്രയും എഫക്റ്റീവ് ആയിരിക്കത്തില്ല. കാരണം എങ്ങനെയാണേലും നമ്മൾ ഉറങ്ങാനായിട്ട് പോവുകയാണ്, അതിന് മുന്നേ ഉള്ളൊരു ലേറ്റ് ആയിട്ടുള്ളൊരു ഈറ്റിംഗ് തന്നെയാണല്ലോ. അപ്പോൾ നമ്മളൊരു 8 മണിയോടുകൂടിയെങ്കിലും ഒക്കെ നമ്മൾ കഴിക്കുന്ന ഒരു ഈറ്റിംഗ് വിൻഡോയുടെ ലാസ്റ്റത്തെ ഫുഡ് കഴിച്ച് തീരുന്ന രീതിയിൽ അങ്ങനെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ ഒന്നും ചെയ്യാത്തതിനേക്കാൾ എപ്പോഴും നല്ലതാണ് എന്തെങ്കിലും ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പം ആഫ്റ്റർനൂണിൽ എടുക്കാൻ പറ്റുന്ന ആളുകൾ അങ്ങനെയെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇതാണ് പ്രത്യേകിച്ച് ഇതിൻ്റെ ഉള്ളിൽ ഈറ്റിംഗ് വിൻഡോയുടെ ഉള്ളിൽ നിന്നിട്ട് നമ്മളങ്ങനെ ഒരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റിൽ കൂടി ഒന്നും പോവേണ്ട കാര്യമില്ല ഇനിഷ്യൽ പീരീഡിൽ. പിന്നെ നമുക്ക് തന്നെ കുറേയൊക്കെ മോഡറേറ്റ് ചെയ്യാനായിട്ടുള്ള ഐഡിയാസും കാര്യങ്ങളൊക്കെ ഇടും. പിന്നെ ഇതിനേക്കാളൊക്കെ അപ്പുറം നമ്മുടെ വെയിറ്റിൽ വരുന്ന ആ ചേഞ്ചസ് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സെൽഫ് മോട്ടിവേഷൻ ഉണ്ടായിട്ട് നമ്മൾ പിന്നെ കൂടുതൽ റിസർച്ച് ചെയ്യും, കൂടുതൽ അതിൻ്റെ കാര്യങ്ങളെപ്പറ്റി പഠിക്കും, കൂടുതൽ നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനിഷ്യലി ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിലേക്ക് കിടക്കുന്ന ആളുകൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാൻ.